ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത റോസിയുടെ ആത്മാവ് പരിശുദ്ധമല്ല, ദൈവദത്തമല്ല, സാത്താന്റെയും പിശാചിന്റെയും വാസസ്ഥലമാണ്. ദൈവം അച്ചാരമായി നൽകിയ ആത്മാവല്ല എന്റേതെന്ന് റോസി പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റോസിയുടെ ആത്മാവ് ദൈവാത്മാവാക്കി മാറ്റണം. ആചാരപ്രകാരം റോസിയുടെ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഐ മീൻ, റോസിയുടെ പേരിൽ റോസിയുടെ മമ്മി മറിയ സാമുവൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണം. സാമുവൽ സാർ അതിനെ സമ്മതിച്ചില്ലെങ്കിൽ? സമ്മതിപ്പിക്കണം. ജ്ഞാനസ്നാനം നടന്നാൽ റോസിയുടെ ആത്മാവ് ശാന്തമാകും. അവളെ തളയ്ക്കാനുള്ള എന്റെ വിദ്യകൾ വിജയിക്കും. പക്ഷേ അപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്നുമല്ല, റോസിയുടെ ആത്മാവിനെ തളയ്ക്കണമെങ്കിൽ ആ ആത്മാവിനെ എന്റെ മുന്നിൽ കിട്ടണം. എല്ലാം അറിയാവുന്ന റോസിയുടെ ആത്മാവ് ഒരിക്കലും വരില്ല. പക്ഷെ വരുത്തണം. അതിനൊരു വഴി മാത്രമേ ഉള്ളൂ. എന്ത് നടക്കാൻ പാടില്ലെന്ന് റോസി വിചാരിക്കുന്നുവോ അത് നടക്കണം. അതായത് നിങ്ങൾ തമ്മിലുള്ള വിവാഹം. ഇവിടെ ഈ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ പറയുന്ന ഏത് നിമിഷവും ആ ചടങ്ങ് നടത്തേണ്ടി വരും. അല്ല ഫാദർ, പെട്ടെന്ന് ഇങ്ങനെ കല്യാണം എന്നൊക്കെ പറഞ്ഞ അത് ഇവിടെ വെച്ച്? ഐ നോ, ബട്ട് സിറ്റുവേഷൻ ഡിമാൻഡ്സ്. സാഹചര്യം അത് ആവശ്യപ്പെടുന്നു. ഇവിടെ എല്ലാം ഭംഗിയായി കലാശിച്ചാൽ കൊട്ടും കുരവയും സദ്യവട്ടങ്ങളുമായി ആർഭാടം നിറഞ്ഞൊരു ചടങ്ങ് വീണ്ടും നടത്താമല്ലോ. അതല്ലാതെ മറ്റൊരു പോംവഴി ഞാൻ കാണുന്നില്ല. വിവാഹം നടന്നേ തീരൂ. വിളിക്കണ്ട. എന്റെ ദുഃഖങ്ങളോളം വിലയില്ല നിന്റെ ഈ കണ്ണീരിന്. എല്ലാം അറിഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? കല്യാണം ഞങ്ങൾ തമ്മില, ഞാനും ഭാര്യയും തമ്മിൽ. ആ കല്യാണത്തിന് സുന്ദരമായാണ് നിന്റെ ചോര വേണം എനിക്ക്. നിന്റെ ചോര. എന്താ അവിടെ? ഓർത്തോ, കത്തനാരല്ല കർത്താവ് ഉടലോട് ഇറങ്ങി വന്നാലും ഈ കല്യാണം നടക്കില്ല. നടക്കില്ല. ഭൂമിയോ ആകാശമോ പിളർന്നിട്ടാലും ശരി, ഞാൻ വരും. നിന്നെ കൊണ്ട് അവനെ കൊണ്ടുപോവാൻ. എന്താ മോളെ? എന്താ? കല്യാണമല്ല ഇവിടെ നടക്കാൻ പോണത്, നരബലിയ, കുരുതി, കൂട്ടക്കുരുതി. വർമാജി, ഇത് ജീവൻ വെച്ചുള്ള കളിയാണെന്നറിയാം. പക്ഷെ എല്ലാറ്റിനും ഒരു അവസാനം വേണ്ടേ? കത്തനാര് തീരുമാനിക്കുന്ന പോലെ ഈ കല്യാണം നടന്നേ പറ്റൂ. ഇല്ല, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. കത്തനാര് തീരുമാനിക്കത്രേ. അതിന് മാത്രം ആരായാള്? അത്ര കേമനാണെങ്കിൽ വന്നിട്ട് എത്ര ദിവസങ്ങളായി? എന്ത് വിശേഷം ഉണ്ടായോ? അയാളിവിടെ ഉണ്ടായിട്ടും അവള് വന്നില്ലേ? എന്റെ പോലെ കൊല്ലാൻ നോക്കിയില്ലേ? വർമാജി, വലിയ പണ്ഡിതനാണ് കത്തനാര്. അദ്ദേഹം എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയും. വിഷമിപ്പിക്കരുത്. അദ്ദേഹത്തെ ചെറുതായി കാണുകയായിരുന്നു. അയാളെ ആര് ചെറുതാക്കിയെന്ന? അല്ലെങ്കിലും അയാളെ പറയണ്ട. എല്ലാത്തിനും കാരണക്കാരൻ നീ ഒരുത്തനാ. താനും തന്റെ ഒരു റോസിയും താൻ കാരണം എന്റെ മോൾ അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല. ഇനി ഒരു ദുരന്തത്തിലേക്ക് ഇവളെ കൈ പിടിച്ചിറക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. വിരോധമില്ലെങ്കിൽ ഇവളെ താൻ മറക്കുക. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് കരുതി ഇങ്ങനെ തീ തമ്മിൽ ജീവിക്കാൻ വയ്യ. ഇനി ഈ ബന്ധം വേണ്ട. നിങ്ങളുടെ കൂടെ അവളെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഓ, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ശരിയാ,
ഒരു കണക്കിന് ഞാനാരാ? ഒരു ദുസ്വപ്നം പോലെ മറക്കാവുന്ന ബന്ധമല്ലേ നമ്മൾ തമ്മിലുള്ളൂ. അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ അഞ്ജലിക്ക് അവരോടൊപ്പം പോവാം. അല്ലെങ്കിൽ എല്ലാം തീരുമാനിച്ചു പോയ സ്ഥിതിക്ക് ഈ ചടങ്ങ് കഴിയുന്നതുവരെയെങ്കിലും നീ ഇവിടെ നിൽക്കണം. ഒരു ചടങ്ങിന് വേണ്ടി മാത്രമല്ല ഞാൻ ബാലുവേട്ടനെ സ്നേഹിച്ചത്. സുഖവും ദുഃഖവും എല്ലാം പങ്കിട്ട് എന്നും ഒരുമിച്ച് കഴിയാനും ഒക്കെ നമ്മൾ എന്നോ തീരുമാനിച്ചതല്ലേ. മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, അത്രേ കരുതിയിട്ടുള്ളൂ ഞാൻ. പെട്ടെന്ന് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കത് താങ്ങാനായില്ല. പക്ഷെ ഇപ്പോ നീ എന്റെ അവസ്ഥ മനസ്സിലാക്കിയല്ലോ, അത് മതി എനിക്ക്. എല്ലാം ബാലുവേട്ടന്റെ ഇഷ്ടം പോലെ നടക്കും. എന്റെ മകളുടെ ആത്മാവിന്റെ ശാന്തിക്കായി, എന്റെ പ്രായശ്ചിത്തമായി ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ എന്നെ അനുവദിക്കണം. വേദന ചുവന്ന് തളർന്നു എന്റെ പുന്നാരമോക്കു വേണ്ടി, അവൾ കാരണം വേദനിക്കുന്ന ഈ നല്ല മനുഷ്യർക്ക് വേണ്ടി ആ പുണ്യകർമ്മം ഞാൻ ഏറ്റെടുത്തോട്ടെ. ഫാദർ, ഇവിടെ നിയമത്തിന്റെ കെട്ടുകൾ നമുക്ക് മറക്കാം. മനസാക്ഷി അതല്ലേ വലുത്? യാ, കറക്റ്റ്. ഒരുപക്ഷെ ദൈവഹിതം ഇതായിരിക്കും. റോസിക്ക് വേണ്ടി സാമൂഹ്യ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഏതായാലും ഇനി ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ കളയാനില്ല. ഫാദർ ഐസക്, ഇന്ന് രാത്രി നിങ്ങളുടെ കാർമ്മികത്വത്തിൽ പള്ളിയിൽ ജ്ഞാനസ്നാനം നടക്കണം. ഓക്കെ. ഇവിടെ നിങ്ങളുടെ കല്യാണ ചടങ്ങും. അതേസമയം സെമിത്തേരിയിൽ ഫാദർ ബെനഡിക്റ്റിന്റെ നേതൃത്വത്തിൽ ഏതാനും വൈദികന്മാരെത്തും എന്നെ സഹായിക്കാൻ. കല്ലറ പൊളിച്ച് അവർ റോസിയുടെ മൃതദേഹം പുറത്തെടുക്കും. ഐ എം ഷുവർ ബാലു അഞ്ജലിയുടെ കരുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് റോസിയുടെ ആത്മാവ് ഇവിടെ പറന്നെത്തും. അപ്പോഴേക്കും ജ്ഞാനസ്നാന ചടങ്ങുകൾ പൂർത്തിയാക്കണം. അതോടെ അക്രമാസക്തമായ റോസിയുടെ ആത്മാവ് ശാന്തമാകും. ആ ആത്മാവിനെ അവളുടെ മൃതദേഹത്തിൽ ഞാൻ ലയിപ്പിക്കും. പക്ഷേ ഫാദർ, ജ്ഞാനസ്നാന ചടങ്ങുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ റോസി അടങ്ങൂ. മനസ്സമാധാനമില്ല, ആകെ പേടിയാവുന്നു. അന്ന് വിഷമിക്കണ്ട, ബാലുവേട്ടനല്ലേ, ഒന്നും സംഭവിക്കില്ല. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ബാലു, ബാലു, എന്താ? പോയി, എല്ലാം പോയി, ആകെ കുഴഞ്ഞു. നീ കാര്യം പറ. ആ മഹേന്ദ്രവർമ്മയും കൂട്ടരും എല്ലാം അറിഞ്ഞിരിക്കുന്നു. അവർ ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന്. അവരിങ്ങോട്ട് പുറപ്പെട്ടിരിക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. കത്തനാര് മുറിയിലുണ്ട്, പ്രാർത്ഥനയില്ല. ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരിക്കലും അവരോട് എത്താൻ പാടില്ല. ആരും അറിയാതെ നീ വണ്ടി എടുത്ത് മാറ്റിയിടും. മാമോദീസ മുങ്ങുന്ന റോസിക്ക് വേണ്ടി പിതാവായ ഞാൻ സാത്താനിൽ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ എല്ലാ വഞ്ചനകളെയും നിന്നെ കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു.
അങ്ങയുടെ കാല് പിടിക്കാൻ ദയവ് ചെയ്ത് തിരിച്ചു പോകണം. ഞാനറിയാതെ എന്റെ കൊട്ടാരത്തിൽ ഇരുട്ടിന്റെ മറവിൽ അവന്റെ അമ്മയുടെ ഒരു താലികെട്ട്. വേണ്ട, ഇത് കണക്ക് തീർക്കാനുള്ള സമയമല്ല, സ്വത്തും കൊട്ടാരമൊന്നും അല്ല. എന്റെ അഞ്ജലിയുടെ ജീവനാണ് എനിക്കിപ്പോ വലുത്. ഞങ്ങൾക്ക് ജീവിക്കണം. വെറും ഒരു കല്യാണ ചടങ്ങല്ല ഇവിടെ നടക്കുന്നത്, ജീവൻ മരണ പോരാട്ടമാണ്. ഓ, സമയായി ചടങ്ങ് നടത്തണ്ടേ? കുട്ടീഷ, ചെന്ന് ബാലുവിനെ വിളിക്ക. ഏയ്, അത് ശരിയാവില്ല. ഏത്? അല്ല, ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു മുഹൂർത്തം ഇല്ലാത്തോണ്ട് തിരക്കൂട്ടുണ്ടാന്ന് പറയായിരുന്നു. താനെന്താ തമാശ പറയാ? വർമ്മ സാറെ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബാലു സാറിനെ ഞാൻ വിളിച്ചോണ്ട് പറ്റില്ല പറ്റില്ല. താൻ ഇവിടുത്തെ കുക്ക. ബാലിനെ വിളിക്കാൻ തനിക്കെന്ന യോഗ്യത? ഞാൻ വിളിക്കാം. ഈശ്വര, ഈ ബാലുവിനെ ഞാൻ എവിടെ പോയി തപ്പും? ഒരു യക്ഷിയെ കൊണ്ട് തന്നെ മനുഷ്യരുടെ തട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോഴാ മഹേന്ദ്രവർമ്മ എന്നെ ചെലുത്താനും. അല്ല, നീ എപ്പ എത്തി? ഞാനാകെ ടെൻഷൻ അടിച്ചു പോയി. ഇത്ര പെട്ടെന്ന് അവന്മാരെ ഒതുക്കിയോ? എന്താ നിനക്കൊരു നാണ? അയ്യടാ, വാ, എല്ലാരും കാത്തിരിക്ക. ഒന്ന് വാ മോനെ. കാര്യം കാണാനുള്ളതിന്റെ അടവല്ലേടാ ഇതെല്ലാം. എന്താടാ നോക്കി നിൽക്കുന്നത്? അടിച്ചോടിക്കാൻ അവന്റെ കൈയും കാലും. അനങ്ങി പോരുത്. അറിയാവുന്ന നല്ല ഭാഷയെ ഞാൻ പറഞ്ഞു. നേരും നെറിയുള്ളവനാണെങ്കിൽ അംഗം കുറിച്ചിട്ട് ഇപ്പൊ പോ, എന്നിട്ട് അവിടെ കാത്തിരിക്കേ, ഞാൻ വരാം. തല്ലി തീർക്കാനാണെങ്കിൽ ആവാം, അല്ലാതെ കേസും കൊട്ടാരവും കോപ്പെന്നും പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ അങ്ങോട്ട് കാണാൻ വന്നാൽ നാളത്തെ സൂര്യോദയം കാണില്ല. പിന്നെ ഈ അവകാശവും ചോദിച്ചു വരാൻ തന്റെ പരമ്പരയിൽ ഒരു കണ്ണി പോലും ബാക്കി വെക്കില്ല ഞാൻ. അടുത്തേക്ക് പോകരുത്. നിങ്ങളെ കണ്ട റോസി അടങ്ങില്ല. ഫാദർ അഞ്ജലി, ഒന്നും സംഭവിക്കില്ല. അവിടെ ജ്ഞാനസ്ഥാനം തീരുന്നവരെ നമ്മൾ സഹിച്ചേ പറ്റൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ തിരുനാമത്തിൽ ആനന്ദതൈലം കൊണ്ട് റോസിയെ നിത്യജീവനിലേക്ക്
ഇറങ്ങിക്കോ. അഞ്ജലി, എല്ലാം പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് നടക്കുന്നത്. ഇനി അവൾ രക്ഷപ്പെടാൻ പാടില്ല. ജ്ഞാനസ്നാനം കഴിയും മുമ്പ് റോസിയുടെ ആത്മാവ് ഈ അവസ്ഥയിൽ ആ ശരീരത്തിൽ കയറരുത്. ബാലു, അത് തടയണം. ഈ കുരിശ് അവളുടെ മൃതദേഹത്തോട് ചേർത്ത് പിടിക്കണം. ഫാദർ, അഞ്ജലി പേടിക്കണ്ട. അഞ്ജലിയെ ഞാൻ നോക്കിക്കൊള്ളാം. പൊയ്ക്കോളൂ. പോ. ദൈവമായ കർത്താവേ, ഈ വെള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വ്യാപാരവും കലർത്തിയണം. ഇതിൽ സ്നാനപ്പെടുന്ന റോസിക്ക് ഇത് നാശമില്ലായ്മ ഒരു ആധ്യാത്മിക വസ്ത്രവും പാപബന്ധങ്ങളിൽ നിന്നുള്ള മോചനവും ആയിത്തീരണമേ. ആമേൻ. കർത്താവെ, അദൃശ്യനും അന്തരീക്ഷ നിവാസികളുമായ ദുഷ്ടരൂപികൾ റോസിയിൽ നിന്നും ഓടി വിളിക്കട്ടെ. ഇതിൽ സ്നാനപ്പെടുന്ന റോസിയിൽ നിന്നും പൈശാചിക കർമ്മങ്ങൾ ഇല്ലാതാക്കണം. പ്രത്യാശയും പിതാവിന്റെയും റോസി, നീ ഇപ്പോൾ എന്റെ വരുതിയിലാണ്. സാത്താനും പിശാചും നിന്നെ വിട്ടുപോയിരിക്കുന്നു. സ്വർഗരാജ്യം നിന്നെ കാത്തിരിക്കുന്നു. പോകാൻ.
ബാലു ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയേക്കാൾ നല്ലൊരു സ്വർഗം വേറെ ഉണ്ട് ഫാദർ. നീ മരണമാണ്, ഇവൾ ജീവിതവും. ഒരു മനുഷ്യനായ ഞാൻ ഇതിലേതാണ് സ്വീകരിക്കേണ്ടത്? ഞങ്ങളുടെ താലികെട്ട് നിന്റെ അനുഗ്രഹത്തോടെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. പറയൂ, നിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിച്ചൂടെ? ഇവിടെ നിനക്കൊരു ലോകമില്ല, ജീവിതമില്ല. റോസി എന്നേക്കുമായി തിരിച്ചു പോകും. വേണ്ട ഫാദർ, കൽപ്പനകളും ശാസനകളും ഇനി വേണ്ട. ഞാൻ തോറ്റു. സ്നേഹം കൊണ്ടിവർ തോൽപ്പിച്ചു. ബാലു, ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും വലിയ തോൽവി മരണമാണ്. അവിടെ ആർക്കും ജയിക്കാനാവില്ല. പേടിക്കണ്ട, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ഒരു ദുശ്ശകുനമായി ഞാൻ കടന്നു വരില്ല. നിങ്ങളെങ്കിലും ഈ ഭൂമിയിൽ കൊതി തീരും വരെ സ്നേഹിച്ചു കഴിയണം. ഇനി എന്നെ തളച്ചോളൂ. അന്ന് പറഞ്ഞില്ലേ, എന്നെ പോലുള്ളവരെ നിത്യമായ അഗ്നി ഒരുക്കി അതിൽ ദഹിപ്പിക്കാനാണ് കർത്താവ് വിധിച്ചിരിക്കുന്നതെന്ന്. ആ ദൈവവിധിക്ക് ഞാനിതാ തയ്യാറാണ്. ഫാദർ, ഞാൻ ഉറങ്ങി. പക്ഷേ എന്റെ ഹൃദയം ഉണർന്നിരുന്നു.